ഹൈപ്പർ കോയിൻ മൈൻ ചെയ്യുന്നതിലൂടെ ലക്ഷങ്ങൾ സമ്പാദിക്കാം എന്നുള്ള ഹെഡിങ് കണ്ടിട്ടായിരിക്കും നിങ്ങൾ ഇതിൽ കയറിയിരിക്കുന്നത്. ഹൈപ്പർ കോയിൻ മൈൻ ചെയ്ത് ഭാവിയിൽ ലക്ഷങ്ങൾ വരെ സമ്പാദിക്കാം. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ സാധാരണക്കാർക്ക് പോലും മൈൻ ചെയ്തെടുക്കാവുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. നെക്സസ് ID എന്ന പേരിൽ ക്രിയേറ്റ് ചെയ്യുകയും ഈ ID ഡെവലപ്പ് ചെയ്യുകയും ചെയ്യുന്ന കമ്പനിയാണ്. ഒരേ സമയം ആൻഡ്രോയിഡ് പ്ലേ സ്റ്റോറിലും ആപ്പിൾ പ്ലേ സ്റ്റോറിലും അവൈലബിൾ ആയിട്ടുള്ള ഈ വാലറ്റ് 100% ഡീസെൻട്രലൈസ് ആണ്. മാത്രമല്ല ഏത് സാധാരണക്കാരനും മൈൻ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. ഇത് എത്രത്തോളം നമ്മൾ മൈൻ ചെയ്യുന്നോ അത് ബേസ് ചെയ്തിട്ടാണ് ഫ്യൂച്ചറാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അത് മൈൻ ചെയ്ത് കിട്ടുന്ന കോയിൻ വെച്ചിട്ട് നമുക്ക് ഫ്യൂച്ചറിൽ ലക്ഷങ്ങൾ വരെ സമ്പാദിക്കാം. നെക്സസ് ID ഒരുപാട് കാര്യങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഇപ്പം നമുക്ക് അറിയേണ്ട ഒരു കാര്യം, ജനുവരിയിൽ ലോഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് ആമസോൺ പ്രൈം, സോണി ലൈവ്, ഹോട്ട്സ്റ്റാർ ഇതിലൂടെയൊക്കെ റെഡീം ചെയ്ത് നമുക്ക് ഈ കോയിൻ റെഡീം ചെയ്ത് നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും. അതാണ് ആദ്യത്തെ ഓപ്ഷൻ. പിന്നെ റീചാർജിങ് ഓപ്ഷനും വരുന്നുണ്ട്. അതൊക്കെ ഫ്യൂച്ചറിൽ ഉള്ള കാര്യങ്ങളാണ്. പിന്നെ അതുപോലെ തന്നെ ഹൈപ്പർ കോയിൻ വെച്ചിട്ട് ഏത് പ്ലാറ്റ്ഫോമിൽ നിന്നും നമുക്ക് ഏത് കോയിൻ റെഡീം ചെയ്ത് പർച്ചേസ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊണ്ടുവരുന്നുണ്ട്. എന്തായാലും ഇത് മൈൻ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ₹1 പോലും നഷ്ടമില്ല. നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ ടൈമാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഇതെങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യുന്നതെന്ന് പറയാം. ഇതെങ്ങനെയാണ് മൈനിങ് ചെയ്യേണ്ട ഡീറ്റെയിൽ പറഞ്ഞു തരാം. വീഡിയോയിലോട്ട് പോകാം. പിന്നെ ബിറ്റ് കോയിൻ എന്താണ്, ബ്ലോക്ക് ചെയിൻ ടെക്നോളജി എന്താണ്, ക്രിപ്റ്റോ കറൻസി എന്താണെന്ന് അറിയാൻ മേലാത്തവരുണ്ടെങ്കിൽ ദയവായി യൂട്യൂബിൽ സെർച്ച് ചെയ്ത് ഒരുപാട് വീഡിയോസ് കിടപ്പുണ്ട്. അതും എന്താണെന്നൊന്ന് മനസ്സിലാക്കിയിട്ട് ഇതിനെക്കുറിച്ച് നോളജ് ഇല്ലാത്തവർ ഇപ്പോഴും ഉണ്ട്, അവരിലോട്ട് എത്തിക്കുക എന്നുള്ളതാണ് ഈ ഹൈപ്പർ മൈൻ എന്നുള്ള കോയിൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം സാധാരണക്കാരന് മനസ്സിലാകാൻ വേണ്ടിയാണ് പറഞ്ഞത്. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ അറിയത്തില്ല എന്നുണ്ടെങ്കിൽ യൂട്യൂബിൽ ക്രിപ്റ്റോ കറൻസി എന്നോ ബിറ്റ് കോയിൻ എന്നോ ബ്ലോക്ക് ചെയിൻ ടെക്നോളജി എന്താണെന്നോ ഒക്കെ യൂട്യൂബിൽ ഒരുപാട് വീഡിയോസ് ഉണ്ട്, കണ്ടു മനസ്സിലാക്കുക. ഓക്കെ, അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഫസ്റ്റ് പ്ലേ സ്റ്റോർ എടുക്കുക, നെക്സസ് ID എന്ന് സെർച്ച് ചെയ്യുക. നെക്സസ് ID എന്ന് സെർച്ച് ചെയ്യുമ്പോൾ നെക്സസ് ID ഓൾഡ് എന്നും പറഞ്ഞ് വരും. ഓൾഡ് അല്ല എടുക്കേണ്ടത്, അത് ഓൾഡ് വേർഷനാണ്. പുതിയത് നെക്സസ് ID ലേറ്റസ്റ്റ് എന്നും പറഞ്ഞ് വരും. അത് ഇൻസ്റ്റാൾ ചെയ്യുക. ഇൻസ്റ്റാൾ ചെയ്തതിനപ്പുറം അത് കഴിയുമ്പം ക്രിയേറ്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞ് വരും. ക്രിയേറ്റ് അക്കൗണ്ട് കൊടുക്കുക, യൂസർ നെയിം കൊടുക്കുക. അത് നിങ്ങളുടെ പേര് തന്നെ യൂസർ നെയിം കൊടുക്കുക. എന്നിട്ട് റൈറ്റ് സൈഡിൽ നോക്കുക അത് മാച്ചാണോ, അത് സപ്പോർട്ട് ആകുന്നുണ്ടോ. എന്നിട്ട് നെക്സ്റ്റ് അടിക്കുക. ക്രിയേറ്റ് പിൻ കൊടുക്കുക. ആപ്പിൻ്റെ പിന്നാണ്, അതൊരു ആർക്ക് നമ്പർ എന്ന് വെച്ച് നിങ്ങളത് സെലക്ട് ചെയ്യുക. കണ്ടിന്യൂ ആപ്പ് കൊടുക്കുക. ബാക്കപ്പ് യുവർ വാലറ്റ്, അതായത് എന്തെങ്കിലും ഒരു ഇഷ്യൂവോ എന്തെങ്കിലും ഒരു എററോ വന്നു കഴിഞ്ഞാൽ അത് നമുക്ക് ബാക്കപ്പ് കിട്ടണം. അതിനുവേണ്ടിയാണ് ബാക്കപ്പ് വാലറ്റ് കൊടുക്കുന്നത്. ബാക്കപ്പ് വാലറ്റ് കൊടുത്തിട്ട് കണ്ടിന്യൂ കൊടുക്കുക. ഗൂഗിൾ ഡ്രൈവ് ബാക്കപ്പ് എന്നുള്ളത് കണ്ടിന്യൂ ചെയ്യുക. അപ്പോൾ ഏത് ഇമെയിൽ ID ആണോ കണക്ട് ചെയ്യേണ്ടത് ആ ഇമെയിൽ ID നോട്ട് ചെയ്ത് വെച്ചോണം. ഏത് ഇമെയിൽ ID ആണോ അത് സെലക്ട് ചെയ്യുക. അത് നോട്ട് ചെയ്ത് വെച്ചോളുക. സെലക്ട് ചെയ്ത് വെക്കുക. പിന്നെ സെലക്ട് ഓൾ കൊടുക്കുക, കണ്ടിന്യൂ കൊടുക്കുക, എല്ലാം അലോ ചെയ്ത് കൊടുക്കുക. അത് കഴിയുമ്പോൾ പാസ്വേഡ് ചോദിക്കും. പാസ്വേഡ് അതായത് നിങ്ങളുടെ ഇമെയിൽ ID യുടെ പാസ്വേഡ് അല്ല, പുതിയൊരു പാസ്വേഡ് കൊടുക്കുക. ഈ ഇമെയിൽ ID യും പാസ്വേഡും കണ്ടിന്യൂ ചെയ്യുക. അപ്പോൾ പാസ്വേഡ് ചോദിക്കുക, പാസ്വേഡ് എഴുതി വെക്കുക. ഇമെയിൽ ID യും പാസ്വേഡും മസ്റ്റായിട്ട് എഴുതി വെക്കണം. എന്തെങ്കിലും ഒരു ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ അറിയാൽ ഇത് ബാക്കപ്പ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ഇമെയിൽ ID യും പാസ്വേഡും ഓർമ്മയിലുണ്ടാകണം. ഇല്ലെങ്കിൽ നമ്മൾ കളക്ട് ചെയ്ത കോയിൻ തിരിച്ച് കിട്ടുന്നതല്ല. അപ്പം അപ്പോൾ തന്നെ എഴുതി വെക്കുക. എന്നിട്ട് പിന്നെ അതേപോലെ മസ്റ്റായിട്ട് ഒരു കാര്യം പറയാൻ പറ്റുപോയി. ഒരു ഫോണിൽ ഒരു ഇമെയിൽ ID മാത്രമേ പാടുള്ളൂ. അതും 18 വയസ്സിന് താഴെയുള്ളവർക്ക് ഇതിനകത്ത് പറ്റില്ല. ഇത് KYC അപ്ഡേറ്റ് ചെയ്യേണ്ടതാണ്. അപ്പോൾ ആ സിറ്റുവേഷൻ വരുമ്പോൾ ഒരു ഇമെയിൽ ID ഒരാൾക്കേ പറ്റത്തുള്ളൂ. 18 വയസ്സിന് മേലോട്ടുള്ളവർക്കേ പറ്റുള്ളൂ. അല്ലാതെ ഒരു ഫോണിൽ തന്നെ 2 3 എടുക്കാമെന്ന് വിചാരിക്കേണ്ട, അന്നേരം ബ്ലോക്ക് ആവും. നിങ്ങൾക്ക് കിട്ടിയതും കൂടെ ഇല്ലാതാവും. അപ്പോൾ അത് കാരണം പ്രത്യേകം ശ്രദ്ധിക്കുക. താഴെ അത് ഇമെയിൽ ID ഇത് കൊടുത്തു കഴിയുമ്പോൾ താഴെ ഇതേ ഒരു പേജ് വരും. അതിൻ്റെ താഴെ ഹോമുണ്ട്, അതിൻ്റെ ഇപ്പോൾ ഫ്ലാഷ് കണക്കത്തൊരു ബട്ടണുണ്ട്. അതിൽ പ്രസ് ചെയ്യുമ്പോൾ ഹൈപ്പർ മൈൻ എന്നുള്ള ഇൻസ്റ്റാൾ ചെയ്യാൻ കാണിക്കുക. അത് ഇൻസ്റ്റാൾ ചെയ്യുക. ഇൻസ്റ്റാൾ ചെയ്ത് കഴിയുമ്പോൾ ഓപ്പൺ കൊടുക്കുക. ഓപ്പൺ കൊടുക്കുമ്പോൾ സൈൻ ഇൻ എന്നും പറഞ്ഞ് വരും. സൈൻ ഇൻ കൊടുക്കുക. സൈൻ ഇൻ കൊടുക്കുമ്പോൾ ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത്, ഒത്തിരി സ്പീഡ് ചെയ്യരുത്. കൺട്രി സെലക്ട് ചെയ്യാൻ പറയും. കൺട്രി സെലക്ട് ചെയ്യുക, ഇന്ത്യ കൊടുക്കുക. അത് കഴിയുമ്പോൾ മസ്റ്റായിട്ട് റെഫറൽ ID, അതായത് നിങ്ങളെ ആരാണോ ജോയിൻ ചെയ്യിപ്പിക്കുന്നത് അവരുടെ റെഫറൽ ID കൊടുക്കുക. അതല്ല വീഡിയോ കണ്ടിട്ടാണ് നിങ്ങൾ ഇതിനകത്ത് ജോയിൻ ചെയ്യുന്നതെങ്കിൽ ഈ റെഫറൽ ID കൊടുക്കുക. പ്രവീൺ VP എന്നുള്ള റെഫറൽ ID കൊടുക്കുക. അപ്പോൾ ഓട്ടോമാറ്റിക് താഴെ കാണിക്കും. എല്ലാ സ്മോൾ ലെറ്ററാണ് പ്രവീൺ VP എന്നുള്ളത്. അപ്പോൾ തൊട്ട് താഴെ അതിൻ്റെ ഓട്ടോമാറ്റിക് പ്രവീൺ VP എന്നുള്ള റെഫറൽ വരും. അത് കണ്ടിന്യൂ ആപ്പ് കൊടുക്കുക. കണ്ടിന്യൂ ആപ്പ് കൊടുക്കുമ്പോൾ ചെക്കിംഗ് എന്ന് പറഞ്ഞു വരും. അതായത് ഒരു ദിവസം 6 ടൈമാണ് ഉള്ളത്, ഓപ്ഷൻ ഉള്ളത്. അതായത് 4 മണിക്കൂർ ഇടവിട്ട് ജസ്റ്റ് ഇതിനകത്ത് ചെക്കിൻ ചെയ്യുക. ചെക്കിൻ ചെയ്യുമ്പോൾ ഒരു അഡ്വർടൈസ്മെൻറ്റ് കണക്ക് വരും. അതായത് ഈ ഹൈപ്പർ മൈൻഡ് തന്നെ പുതിയ അപ്ഡേഷനുകളും എന്തെങ്കിലും മുന്നറിയിപ്പും കാര്യങ്ങളും ഉണ്ടെങ്കിൽ അതിനകത്ത് കാണിക്കും. അങ്ങനെ ഒരു അഡ്വർടൈസ്മെൻറ്റ് കണക്ക് വരും. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ ടൈം ലെഫ്റ്റ് എന്നും പറഞ്ഞ് കാണിക്കും. അപ്പോൾ നമ്മൾ അതിനകത്ത് സ്വിച്ചിൻ ചെയ്തെന്നുള്ളതാണ്. ആ ടൈം എത്രയാണോ ലെഫ്റ്റ് ഒരു സെക്ഷനാണ്. അപ്പോൾ 4 മണിക്കൂറിന് ഏതെങ്കിലും ഒരു ടൈമിൽ കയറിയാൽ മതി.
അന്നേരത്തേക്ക് ഇപ്പോൾ ടൈം ലെഫ്റ്റ് 1 മണിക്കൂറും 15 മിനിറ്റുമാണ് കാണിക്കുന്നത്. അത് കഴിയുമ്പോൾ എനിക്ക് കോയിൻ ആഡാവും. ഇപ്പോൾ ഒരു ദിവസം 6 സെക്ഷനാണ്. പറ്റുന്ന പോണക്ക് നമുക്ക് 6 സെക്ഷനും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തില്ല, 5 സെക്ഷൻ വരെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അത് മാക്സിമം ചെയ്ത് കോയിൻ കളക്ട് ചെയ്യുക. മാക്സിമം കോയിൻ കളക്ട് ചെയ്യുന്നതുകൊണ്ടിരിക്കും നമുക്കുള്ള മുന്നോട്ട് ഞാൻ പറഞ്ഞില്ലേ ലക്ഷങ്ങൾ സമ്പാദിക്കുക എന്നുള്ള സംഭവം. നമ്മൾ കോയിൻ കളക്ട് ചെയ്ത് അത് അങ്ങനെ കളക്ട് ചെയ്ത് വെക്കുന്ന കോയിന്, അതായത് ഇത് ലിസ്റ്റ് ചെയ്യുമ്പോൾ ഒരു പേയ്മെൻറ്റ് വരും. അത് വെച്ച് എത്ര കോയിനാണോ നമുക്കത് കളക്ട് ചെയ്യാൻ പറ്റുന്നത്, അതാണ് നമ്മുടെ ഇൻകം. അപ്പോൾ മാക്സിമം ടൈം കളയാതെ കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റുന്നവരൊക്കെ ചെയ്യുക. നല്ലൊരു പ്രോഫിറ്റ് ഭാവിയിൽ പ്രതീക്ഷിക്കുക. പിന്നെ ഇതിൻ്റെ റെഫറൽ ഐ ഡി എടുക്കുന്നത് ഹോമിൻ്റെ ഇപ്പറേ എന്താ പറയുക സിഗ്നലിൻ്റെ ഒരു ഇത് ചിഹ്നം കണ്ടില്ല, അത് പ്രസ് ചെയ്യുക. അപ്പം ഹബ്ബ് സ്റ്റാറ്റസ് എന്ന് പറഞ്ഞ് വരും. അതിനകത്ത് ടിക്ക് ചെയ്ത് കൊടുത്തു കഴിയുമ്പോൾ നമ്മുടെ റെഫറൽ കോഡ് വരും. അത് കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ ആ പേര് നോട്ട് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ നമ്മൾ റെഫർ ചെയ്യുന്നതിലൂടെ നമുക്ക് അതിൻ്റെ ഒരു പെർസെൻറ്റേജ് നമുക്ക് കിട്ടും. കൂടുതലൊന്നും ചിന്തിക്കേണ്ട. നമ്മുടെ ഡയറക്റ്റ് വരുന്നവരുടെ 4%, അതിൻ്റെ തൊട്ട് താഴെ വരുന്നവരുടെ 2%, പിന്നെ അതിൻ്റെ താഴെ അത് കുറഞ്ഞ് വരും. അപ്പം അങ്ങനെ നമുക്ക് ഡയറക്റ്റ് എത്ര പേരെ വേണമെങ്കിലും ചേർക്കാം. പക്ഷേ നമ്മുടെ താഴെ ചേർക്കുന്ന ലെവലുണ്ടല്ലോ, താഴോട്ട് പോകുന്ന ലെവൽ 25 ലെവൽ വരെയുള്ള പ്രോഫിറ്റ് നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പം അത് കഴിഞ്ഞ് 26ാമത്തെ ലെവൽ വരുന്ന ആളുടെ പ്രോഫിറ്റ് കിട്ടത്തില്ല. പക്ഷേ ഡയറക്റ്റ് എത്ര പേരെ വേണമെങ്കിലും ചേർക്കാം എന്നുള്ളതാണ്. അതും കൂടെ മനസ്സിലാക്കുക. പറ്റുന്നവർ ചേർക്കാൻ പറ്റുന്നവർ ചേർക്കുക. ഇല്ലെങ്കിലും നിങ്ങൾക്ക് ഇങ്ങനെ മൈൻഡ് ചെയ്യാൻ പറ്റും. അത് കിട്ടുന്നത് സേവ് ചെയ്ത് വെക്കുക. താഴെ ചേർക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ ആൾക്കാർ നമ്മുടെ നെറ്റ്വർക്കിൽ വരും. അതിൻ്റെ ഒരു പെർസെൻറ്റേജ് നമുക്ക് കിട്ടും. ഓക്കെ.